കുറ്റാരോപിതരെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ചിലർക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകാം, ആരൊക്കെ മതിൽ ചാടുമെന്ന് മുൻകൂട്ടി പറയാനാകില്ലെന്നും മുരളീധരന്റെ ഒളിയമ്പ്. ഈ ആരോപണം ഉയർന്നപ്പോൾ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും പൊതുരംഗത്തെ ഒരു ധാർമ്മികതയുടെ പേരിൽ പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. തുടർ നടപടികളൊന്നും വേണ്ട എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖകൾ അത് പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പക്ഷേ ആധികാരികത കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിക്കും. ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. പക്ഷെ അതേ സമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും വേണം. ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അതൊക്കെ ഈ രോഗം പുറത്തു വരുമ്പോഴല്ലേ അറിയുള്ളൂ. ഇപ്പോൾ പാലക്കാട് DCC അധ്യക്ഷൻ എ തങ്കപ്പൻ്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. രാഹുലിന് വീഴ്ച പറ്റിയതായി എ തങ്കപ്പൻ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതൽ പാലിക്കണമായിരുന്നു. രാഹുലിൻ്റെ രാജിക്കായി ആരും തന്നെ സമീപിച്ചിട്ടില്ല. രാഹുലിനെ പാലക്കാട്ടെ നേതാക്കൾ കണ്ടതിനെക്കുറിച്ച് അറിയില്ലെന്നും എ തങ്കപ്പൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. നിർഭൻ ചക്രവർത്തി ചേരുകയാണ് ഒരിക്കൽ കൂടി. നിർഭൻ, നേരത്തെ മുരളീധരൻ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിലും കുറ്റക്കാരെ സംരക്ഷിക്കില്ല, പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ്. അതായത് കൃത്യം വ്യക്തതയുണ്ട് മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് വലിയ തെറ്റ് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയാണ്. നേരത്തെ എം ജയചന്ദ്രൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് എൻ്റെ പേരിൽ പാർട്ടി പ്രവർത്തകർ പാർട്ടി വല്ലാതെ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യത്തിലേക്ക് പോകരുത്, അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതെന്നാണ്. ഇവിടെ ധാർമ്മികതയ്ക്ക് മുകളിലായി നിൽക്കുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. കേരളത്തിലെ പ്രജ്വൽ രേവണ്ണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഓരോ ദിവസവും വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ ന്യായീകരണങ്ങളുമായി. ഇപ്പോഴും പൊതുജനത്തിനുണ്ടാകുന്ന സംശയം എന്താണ്? ഏതെങ്കിലും ഡീൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? VD സതീശനും ഷാഫി പറമ്പിലും പുതിയ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനയുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ ഇന്നലെ തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ പോലും ഒരു രാജിയുടെ കാര്യത്തിലേക്ക് പോകുന്നില്ല. അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നു. എവിടെയോ എന്തൊക്കെയോ ദുരൂഹമായി വീണ്ടും നടക്കുന്നുണ്ട്. ചില നാടകങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സിജു, ഇക്കാര്യത്തിൽ പാർട്ടി പ്രത്യേകിച്ച് കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. കാരണം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പുറത്തു നിന്നും വലിയ തരത്തിലുള്ള സമ്മർദ്ദം കോൺഗ്രസുമായി ബന്ധം പുലർത്തുന്ന ചില പ്രധാനപ്പെട്ട വ്യക്തികൾ അടക്കം കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് വേണം എന്ന തരത്തിലുള്ള സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രതിഫലനമാണ് കെ മുരളീധരൻ്റെ ഈ നിലപാട് മാറ്റി കുറച്ചുകൂടി വ്യക്തതയോടുകൂടി അദ്ദേഹം ഇക്കാര്യത്തിൽ അഭിപ്രായം അല്പം മുമ്പ് പറഞ്ഞത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ TN പ്രതാപന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും ഉറച്ച നിലപാട് തന്നെയാണ്. ഇനി അധികം കാത്തിരിക്കാൻ നേതാക്കൾ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഇക്കാര്യത്തിൽ VD സതീശനെ സംബന്ധിച്ചാണ് സർവത്ര അടിമുടി ആശയക്കുഴപ്പം തുടരുന്നത്. ഇത് രാജിവച്ചില്ലെങ്കിലും ഇത് സംബന്ധിച്ചുണ്ടാകുന്ന മുഴുവൻ പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം തന്നിലേക്ക് വന്ന് പതിക്കുന്നു എന്ന ധാരണ വ്യക്തത VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം കൊല്ലത്തുണ്ട്. VD സതീശൻ ഇന്ന് കൊല്ലത്ത് പരിപാടികൾക്ക് വേണ്ടി അവിടെ കൊല്ലത്തുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കാണില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരം. ഇങ്ങനെ നേതാക്കൾ തമ്മിൽ പരസ്പരം ഉള്ള ആശയ വിനിമയം പല തട്ടിലായി നടക്കുകയാണ്. AICCയെ സംബന്ധിച്ചിടത്തോളം ചില നേതാക്കൾ തന്നെ ഈ രാജി ആവശ്യം ഉന്നയിക്കുന്ന ചില നേതാക്കൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വരുമോ എന്നുള്ള ആശങ്ക കൂടി AICC അറിയിക്കുന്നുണ്ട്. കാരണം അങ്ങനെ രാജി പ്രഖ്യാപിക്കുകയാണെങ്കിൽ BJP അത് ഉടൻ തന്നെ കമ്മീഷനെ സ്വാധീനിച്ചുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കളമൊരുക്കാൻ പാലക്കാട് സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് കൂടി നേതാക്കൾ നൽകുന്നുണ്ട്. പക്ഷേ കെ മുരളീധരൻ അത് തള്ളിക്കളഞ്ഞു. അങ്ങനെ
ഒരു തെരഞ്ഞെടുപ്പൊന്നും കോൺഗ്രസ് ഭയക്കുന്നില്ല. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന വിലയിരുത്തൽ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം അത് പങ്കുവയ്ക്കുമ്പോഴും കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലുള്ള ആശങ്ക കൂടി ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് വിധേനയും ഈ വിഷയത്തെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ രാജി മാത്രമേ മാർഗമുള്ളൂ എന്ന നിലപാടും നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. അടിമുടി ആശയക്കുഴപ്പമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം കാണുമെന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു സമ്മർദ്ദം മറുഭാഗത്ത് നടക്കുന്നു. എന്നാൽ ഈ മുതിർന്ന നേതാക്കളടക്കം ഗ്രൂപ്പിനതീതമായി രാജി വേണമെന്ന ആവശ്യവും ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നു. സിജു, നിർഭൻ, ഒരുപക്ഷെ ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട്. അതിലൊന്ന് രമേശ് ചെന്നിത്തല, അതിനുശേഷം കെ സുധാകരൻ, അതോടൊപ്പം തന്നെ കെ സി ജോസഫ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനെ മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് സതീശനും അനുകൂലികളും ആ മൂവർ സംഘം എടുക്കാൻ പോകുന്ന തീരുമാനമെന്ന്. വലിയ തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ ഉടൻ തന്നെ രാജി വന്നില്ലെങ്കിൽ പൊട്ടിത്തെറി വലിയ തരത്തിലുണ്ടാകാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഇന്ന് മുരളീധരന്റെ വാക്കുകളിലുള്ളത്. കാത്തിരിക്ക് അധികം നീണ്ടു പോകില്ല, ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഉചിതമായ നിലപാട് ഉടൻ തന്നെ എടുക്കും എന്ന് കെ മുരളീധരൻ പറഞ്ഞതുകൊണ്ടാണ് കെ ആന്റണി, ഒപ്പം തന്നെ VS സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ സുധാകരൻ, അങ്ങനെ മുതിർന്ന നേതാക്കളുടെ വലിയൊരു നിരയുണ്ട്. രമേശ് ചെന്നിത്തല ഇപ്പോൾ നാട്ടിലല്ല, വിദേശത്താണ്. അദ്ദേഹം ഓസ്ട്രേലിയയാണ് ഉള്ളത്. അത് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ശേഷമേ അദ്ദേഹം മടങ്ങിയെത്തുള്ളൂ. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, കോൺഗ്രസിന് ഇത്തരം സമീപനങ്ങളോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് രമേശ് ചെന്നിത്തലയുടെയാണ്. അതിനുശേഷമാണ് VD സതീശൻ വാർത്താ മാധ്യമങ്ങളെ കാണുന്നത് തന്നെ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുടെ നിലപാട് എന്താണെന്ന കാര്യം ഏറെക്കുറെ വ്യക്തത ഉള്ളത് തന്നെയാണ്. അവരടക്കമുള്ള നേതാക്കൾ നേരത്തെ സിജു പറഞ്ഞതുപോലെ കാത്തിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഘട്ടത്തിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാനും കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. ഒരു സെറ്റിൽമെന്റ് എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കൂടുതൽ ഈ പ്രശ്നങ്ങളിലേക്ക് സങ്കീർണമാക്കാതെ നേതാക്കളുടെ കൂടുതൽ തുടർ പ്രതികരണമില്ലാതെ എങ്ങനെ പരിഹരിക്കാം എന്ന തരത്തിലുള്ള ആലോചനയാണ് നടക്കുന്നത്. പക്ഷേ അത് ഒരു പരിഹാരമേ ഉള്ളൂ എന്ന് നേതാക്കൾ തന്നെ പറയുന്നുമുണ്ട്. കാരണം അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, മറ്റ് പല വിഷയങ്ങളുമായി താരതമ്യം ചെയ്ത് ഇതിനെ കാണാൻ കഴിയില്ല, അങ്ങനെയൊന്നും രാഷ്ട്രീയപരമായി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന നിലപാട് കൂടി ഇന്ന് കെ മുരളീധരൻ പറഞ്ഞത് അതുകൊണ്ടാണ്. സിജു, വിവരങ്ങൾ നൽകിയത്. വല്ലാത്ത പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്. നിലവിൽ കുറ്റാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചുമന്നുകൊണ്ട് ഒരു പാർട്ടി ആകെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ചോദ്യമാണ് VD സതീശനോടും ഷാഫി പറമ്പിലിനോടും മുതിർന്ന നേതാക്കളടക്കം ചോദിക്കുന്നത്. പലരും പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.